2013 എൻ്റെ സുഹൃത്തായ ജോബിക്കൊരു അസുഖം വന്നിട്ട് ഞാൻ മാനേജർ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അല്ലാതെ ഞാൻ പോയി ആളുടെ മാനേജർ ആവാന്ന് പറഞ്ഞിട്ട് വരെ ഞാൻ പോയിട്ടില്ല. പക്ഷേ എന്നോടുള്ള സ്നേഹം കൊണ്ടും എന്നൊരു അനിയനായിട്ട് കാണുന്ന ആ സൗഹൃദം ആണ് ഞാൻ എന്നെ മാനേജർ സ്ഥാനത്തിലേക്ക് എത്തിച്ചത്. മണിച്ചേട്ടനോട് ചോദിച്ചു, എടാ നിനക്ക് ഈ ഷോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മണിച്ചേട്ടൻ ഞാനെങ്ങനെ ചെയ്യുന്നത്, കാരണം നാദിർഷൊക്കെയാണ് എന്നെ കൊണ്ടുവന്നത്, പിന്നെ എങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റൂല്ലയോ, അതേ ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ പറഞ്ഞ് മണിച്ചേട്ടൻ പറഞ്ഞാൽ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കാൻ വേണ്ടി എൻ്റെ നമ്പർ അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഫസ്റ്റ് പ്രോഗ്രാം എടുക്കുന്നത്. അങ്ങനെ മണിച്ചേട്ടനോട് ആ ഷോ ചെയ്ത് അത് സക്സസ് ആയി. പിന്നെ സ്ഥിരമായിട്ട് മണിച്ചേട്ടൻ ആര് പ്രോഗ്രാമിന് വിളിച്ചാലും മണിച്ചേട്ടൻ എൻ്റെ നമ്പർ കൊടുത്തു തുടങ്ങി, ജിൻഡോനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് മണിച്ചേട്ടൻ്റെ കൂടെ ട്രൂപ്പിലേക്ക് വരുന്നത്. പിന്നെ അതൊരു ഇപ്പോൾ ഈ മരിക്കുന്നതിൻ്റെ അവസാനം ശ്രീകൃഷ്ണപുരത്ത് നടത്തിയ ഫെബ്രുവരി 28 നടത്തിയ അവസാനത്തെ പ്രോഗ്രാം വരെ തുടർന്ന് ഞങ്ങൾ അത്രയും വർഷം ഒന്നിച്ചുണ്ടായിരുന്നു. ഫാൻസ് അസോസിയേഷൻ താല്പര്യമില്ല, മണിച്ചേട്ടൻ പറഞ്ഞു വേറെ എന്തെങ്കിലും ഒരു സംഘടന തുടങ്ങണം എന്ന് പറയുകയും അന്ന് നമ്മൾ കലാഭവൻ മണി സേവന സമിതി കലാഭവൻ മണി ഫാൻസ് ആൻഡ് സേവന സമിതിയാണ് ആദ്യം രൂപം കൊണ്ടത്. അത് 2011 പിന്നെ രജിസ്റ്റർ ചെയ്യുന്നത്. പ്രവർത്തനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു. രക്തദാനം, അനാഥ കുട്ടികളെ കല്യാണം കഴിപ്പിക്കൽ. എൻ്റെ ജീവിതത്തിൽ ഭൂരിഭാഗം സമയം 500 മേലേക്കുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പരിപാടി കളിച്ചിട്ടുണ്ട്. എൻ്റെ പെങ്ങള് മരിച്ചു, 16 വയസ്സോളം മരിച്ച സമയത്ത് ഒന്ന് മണി ഒടുക്കി വന്നു. ഒന്ന് മണി മിമിക്രി കളിക്കുന്ന സമയത്ത് അവർക്ക് കാശൊന്നും വരും. മണി ഒരു 3000 രൂപ വന്നിട്ട് ജയ എന്തൊക്കെ എന്തൊക്കെ വേണമെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് പുള്ളിനെ കണ്ടപ്പോൾ എനിക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ. പുള്ളി ഭയങ്കര ക്ഷീണിച്ചൊരവസ്ഥ. ഞാൻ 6 മാസത്തോടെ പുള്ളിനെ കണ്ടത്. അന്ന് പുള്ളി വീട്ടിലിങ്ങനെ ഇരിക്കണം. അപ്പം ഞാൻ ചിന്ത മണി അസുഖം ഉണ്ടാകും, നിനക്ക് എല്ലാവരും പറയണ്ടില്ല അസുഖമാണ്. അപ്പം ഞാൻ ചോദിക്കാൻ വന്നു, പറഞ്ഞു എനിക്കൊരു അസുഖമില്ല എന്ന് പറഞ്ഞാൽ കുറേ ചീത്ത പറഞ്ഞു. എനിക്ക് ഇഷ്ടമല്ല അസുഖം എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ വെച്ച് ജയ മക്കളൊക്കെ എന്ത് സുഖമായിരിക്കും പറഞ്ഞു. അപ്പം എൻ്റെ 2 കുട്ടികൾ ഓട്ടിസാണ്, 2 കുട്ടികൾ ഇരട്ടകൾ. അപ്പോൾ 2 കുട്ടികളുടെ വിശേഷം ചോദിച്ചു, പഠിക്കുന്നുണ്ടോ, അവരെങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ. അപ്പോൾ വൈഫ് ഇപ്പോൾ ചേരത്തിലാണ് ജോലി ചെയ്യണത്, എൻ്റെ വൈഫേ. അപ്പോൾ വീട്ടിലേക്ക് ഡെയിലി പോക്ക് വരും. മണി ട്രാൻസ്ഫറൊന്നും ശരിയായിട്ടില്ല. കുറേ അപേക്ഷ കൊടുത്ത് 6 മാസമായിട്ട് തിരുവനന്തപുരത്ത് കയറി നടക്കണം. മണി പറഞ്ഞു ഭരണമൊക്കെ മാറട്ടെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ സഹായിക്കണ കാര്യത്തിൽ മണി എപ്പോഴും ആ സൗഹൃദം മണിയായിട്ട് ഞാൻ എപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. മണിച്ചേട്ടനെ പരിചയപ്പെടുന്നതിന് മുമ്പ് എനിക്ക് രാമകൃഷ്ണൻ അറിയാം. ഞങ്ങളൊന്നിച്ച് അഭിനയിച്ചുകൊണ്ടിരുന്ന രാമകൃഷ്ണൻ എന്നെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. മണിച്ചേട്ടനോട് ഞാൻ ട്രൂപ്പിൽ കയറുന്ന സമയത്തും രാമകൃഷ്ണൻ ഇടയ്ക്ക് എന്നെ വിളിക്കും. എന്നെ വിളിച്ചിട്ട് രാമകൃഷ്ണൻ പറയാം, എടാ ചേട്ടനോടൊന്ന് പറയാം, എന്നെയും കൂടെ കൂട്ട്. ഞാൻ നിന്റെ ചേട്ടനോട് നീ പറ, ഞാനെങ്ങനെ പറയുന്നത്, ഞാൻ തന്നെ അവിടെ കഷ്ടിച്ച് നിൽക്കുന്നത്. ഇടയ്ക്ക് ഞാൻ നിന്റെ കാര്യം ഇങ്ങനെ പോയി പറയുന്നത്. കാരണം അവൻ പറഞ്ഞ ശേഷം എനിക്ക് ചേട്ടനോട് മിണ്ടാൻ പറ്റില്ല, ചേട്ടനോട് എനിക്ക് പറയാൻ പറ്റില്ല, ചേട്ടൻ സമ്മതിക്കില്ല. ആ ചേട്ടൻ സമ്മതിക്കില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാം. അങ്ങനെ ഈ ട്രൂപ്പിലേക്ക് ഈ രാമകൃഷ്ണൻ, അതുപോലെ തന്നെ മണിച്ചേട്ടൻ്റെ ഒരു പെങ്ങടെ മോനുണ്ട് രഞ്ജിത്ത് എന്ന് പറഞ്ഞ്, ഇവർക്കൊന്നും അവൻ മിമിക്രി ആർട്ടിസ്റ്റാണ്. അവൻ കുറച്ച് ചാനലിലൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവർക്കൊന്നും അങ്ങോട്ട് വരാൻ പറ്റാത്തതിന്റെ കാരണക്കാർ ഞങ്ങളാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതിന്റെ യഥാർത്ഥ വശം അതല്ല. ഷിബുവിനെ ചോദ്യം ചെയ്തിരുന്നു പോലീസ്. എൻ്റെ 16 ദിവസത്തിന് ശേഷമാണ് എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1.5 വർഷം ലാസ്റ്റ് 1.5 വർഷം ഞാനില്ല. പക്ഷെ ഇതിന് ശേഷം ഞാൻ നേരത്തെ വിട്ടുപോയി. ഇതിന് ശേഷം ഞാൻ 2 പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാനിരിക്കുമ്പോൾ കമ്മിറ്റ് ചെയ്ത 2 പ്രോഗ്രാമാണ്. അതൊന്ന് ഹോങ്കോങ്ങും ഇപ്പം ലാസ്റ്റ് ഒക്ടോബറിൽ ചെയ്ത UK പ്രോഗ്രാം. ഹോങ്കോങ് ഒരു ട്രിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാനില്ലാത്ത സമയത്ത് ഞാനൊരു ശമ്പളം വാങ്ങാതെ ചെയ്ത പ്രോഗ്രാമാണ്. അതിനുശേഷം ലാസ്റ്റ് ഒക്ടോബർ മാസത്തിൽ നടന്നത് UK. ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് പോയത്. എൻ്റെ അടക്കം എല്ലാ വിസയും കലാഭവൻ മണിയുടെ എനിക്ക് വന്നൊരു 6 മാസം മുന്നേ വിസ അടിച്ചു. ലാസ്റ്റ് ആ ട്രൂപ്പിലുണ്ടായിരുന്ന 7 പേരുടെ വിസ എൻ്റെ അടക്കം റിജക്റ്റായി. അപ്പോൾ ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ട് 2 മാസത്തോളമായിട്ടുണ്ട് അവിടെ. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ അവിടുത്തെ ഒരു സ്പോൺസർ ബിജു കാര്യൽ, പിന്നെ ജിൻഡോ, അവിടുത്തെ ഒരു ജിൻഡോ, അങ്ങനെ കുറച്ച് ആൾക്കുണ്ട്. അവർ സ്ഥിരമായിട്ട് എന്നെ വിളിക്കും, ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന്. അതായത് പലപ്പോഴും സ്റ്റേജ് പെർഫോമൻസ് കഴിഞ്ഞാൽ കലാഭവൻ മണിയുടെ പേയ്മെന്റ് വാങ്ങുന്നത് മണി ആയിരിക്കില്ല, കൂടെയുള്ള മാനേജറോ അല്ലെങ്കിൽ കൂടെയുള്ളവരോ ആയിരിക്കും. അതൊന്ന് പ്ലേ ചെയ്യാം, കേട്ടോളൂ. മറ്റുള്ള പേര് പറയുന്നതിലുപരി ഈ മാനേജർമാർ മുഖേനയാണ് എല്ലാവരിലേക്കും സാമ്പത്തികം എത്തുന്നത്, അല്ലെങ്കിൽ മാനേജർമാർ കൊണ്ടുവരുന്ന ആളുകൾക്കാണ് ചേട്ടൻ പൈസ കൊടുക്കുന്നത്. ഇതിനെ ആസ്പദമാക്കിയിട്ട് നിരവധി ഊമക്കത്തുകൾ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഈ ഊമക്കത്തുകൾ നമ്മൾ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഊമക്കത്ത് പോലീസ് കൈപ്പറ്റിയിട്ടില്ല. അപ്പോഴേക്കും ഇലക്ഷൻ മറ്റ് തിരക്കായതുകൊണ്ട് ആ പോലീസിനെ ബന്ധപ്പെട്ട ആളെ വിളിച്ചറിയിച്ചെങ്കിലും അത് കൈപ്പറ്റിയിട്ടില്ല ഇതുവരെയും. ഇത്തരം പാടിയിൽ നടക്കുന്ന അല്ലെങ്കിൽ അവിടെ വന്നു പോകുന്ന ആളുകള്, ഒരു വ്യക്തി, ആ ഊമക്കത്തിൽ പറയുന്ന ഒരു വ്യക്തി അവസാനമായി 1 ലക്ഷം കൂടെ വാങ്ങിച്ച
ചോദിച്ചപ്പോ എന്റെ ചേട്ടൻ പറഞ്ഞ മറുപടിയാണ് അതിൽ സൂചിപ്പിച്ചത്. ഇങ്ങനെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ ഇതടക്കം 1 കോടി തികഞ്ഞു കേട്ടോ. ജോബി അല്ലെങ്കിൽ ഈ ഷിബു മാനേജർ എന്ന് പറഞ്ഞ ആ വാക്കിന് അർത്ഥം എന്താണ്? അവിടെ വരുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക. അവിടെ ഏതൊക്കെ ആളുകൾ വന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ സിനിമകൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കാര്യം ഒരു തരത്തിലും നല്ല രീതിയിലുള്ള മാനേജർമാരായിരുന്നില്ല ഇവർ ആരും തന്നെ. ഈ മണിച്ചേട്ടൻ പല പ്രോഗ്രാമുകളും പോയിട്ട് വരുമ്പോൾ ചിലയിടത്ത് ചെക്ക് കാണും, ചെക്ക് കഴിഞ്ഞിട്ട് ന്യൂ ഇയർ പോലുള്ള പ്രോഗ്രാമിന് ക്യാഷാണ് കൊടുക്കുന്നത്. രാമകൃഷ്ണനും അറിയാം. ഈ ക്യാഷ് കൊടുത്ത് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ മണിച്ചേട്ടൻ സുഹൃത്തുക്കൾ ആഘോഷത്തിന് വേണ്ടി മുമ്പ് 1-2 വർഷം മുമ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അതിൽ 1 കാണില്ല, 2 കാണില്ല, 2.5 കാണില്ല. അങ്ങനെ പല അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ 11 മണിയാകുമ്പോൾ ചില സ്ഥലങ്ങളിൽ മണിച്ചേട്ടനല്ലേ വാങ്ങിച്ചു എന്നവർ പറയുകയും രാവിലെ മണിച്ചേട്ടൻ അവരെ വിളിച്ച് രഹസ്യമായി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ ഇത്രേ തന്നോളോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതും എനിക്കറിയാം. അത് ഒരിടത്തല്ല, പല സ്ഥലങ്ങളിൽ പല പൈസകൾ ഇങ്ങനെ കാണാതെ പോയിട്ടുണ്ട്. മനോജ് പിള്ളയുടെയും രാമകൃഷ്ണന്റെയും ആരോപണങ്ങൾ കേട്ടു. നിരവധി ആരോപണമുണ്ട്. മണിയെ കാണാൻ അനുവദിക്കുന്നില്ല, സാമ്പത്തിക അഴിമതി എല്ലാം ഉണ്ടല്ലേ. എന്താണ് ഇതിനൊക്കെ ഷിബുവിന്റെ മറുപടി? ഓക്കെ, അത് ഞാൻ രാമകൃഷ്ണൻ പറഞ്ഞതിന് മറുപടി പറയാം. ഈ രാമകൃഷ്ണൻ ഇപ്പൊ പറഞ്ഞു ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാനിരുന്നത് 1 വർഷം 4 മാസം. അത് ഞാൻ എവിടെയും പറയും. ആ കണക്കും കാര്യങ്ങളും ഞാനൊരു 7 വർഷമായിട്ട് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ട് വർക്ക് ചെയ്തപ്പോഴും ഞാനത് ചെയ്താറുണ്ട്. അപ്പം ഈ ശീലം എനിക്ക് പണ്ടേ തുടങ്ങി ഉണ്ടായതാണ്. കാശുകൾ എവിടെ നിന്ന് വരുന്നത് പോകുന്നു. ഇപ്പോഴും പറഞ്ഞു ഫസ്റ്റ് ഇത് പറഞ്ഞ് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. ഈ ഷിബു ഡേവിസ് മാനേജറായിരുന്നപ്പോൾ ഒരാൾ വിളിച്ചിട്ട് ഞാൻ ചിലപ്പോൾ എടുത്തിട്ടില്ലായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ചാനലിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡബിങ് എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് തിരിച്ചു വിളിച്ചിട്ടുണ്ടാവും. ഞാൻ ഒരാളെങ്കിലും എന്നെ കുറിച്ച് മോശമായിട്ട് ഷിബു എന്ന് പറയുന്ന ആൾ ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ രാമകൃഷ്ണൻ പറയുന്നതിന് എന്ത് പറയില്ല അവന് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ അതിന് അവൻ തെളിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൻ തെളിയിക്കണം. ഇപ്പൊ ഈ പറഞ്ഞത് 2 മാനേജർമാർ, ഞാൻ പറഞ്ഞല്ലോ ഒറ്റ ടൈമിലും കലാഭവമണിക്ക് 1 മാനേജർ ഉണ്ടായിട്ടുള്ളൂ. ഇതെല്ലാത്തിനും അപ്പുറം ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ ഇതെല്ലാം ആരോപണങ്ങളെല്ലാം നിലനിൽക്കുന്നു. ഇത്രയും മണിയുമായിട്ട് ഒരു മാനേജറായിട്ടും സുഹൃത്തായിട്ടും വളരെയധികം അടുപ്പമുള്ള ഒരു സന്തത സഹചാരി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള നിങ്ങൾക്ക് നന്നായിട്ടറിയാം മണിയും രാമകൃഷ്ണനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ഓക്കെ, ഇത് പറയുന്നതിന് മുന്നേ കലാഭവമണി നിസ്സാര കാര്യങ്ങൾക്ക് ആള് അപ്സെറ്റ് ആവും, ദേഷ്യം വരും. ആ ദേഷ്യം അധിക കാലം നിൽക്കാറില്ല, ചുരുങ്ങിയ സമയമുള്ളതൊക്കെ പെട്ടെന്ന് പോകും. പക്ഷെ ഈ അവസാന ഘട്ടങ്ങളിൽ കലാഭവമണി രാമകൃഷ്ണനൊന്നും അങ്ങോട്ട് അടുപ്പിച്ചിരുന്നില്ല. എന്താ കാരണം? അതായത് വേറൊന്നുമല്ല, അതിപ്പോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, അത് വേറെ അവസ്ഥയിൽ ഞാൻ പറയും. ഈ രാമകൃഷ്ണനോട് ഞാൻ പലപ്പോഴും പറയും, ഞാൻ അവിടെ ഇല്ലാത്ത സമയങ്ങളിൽ പോലും ഞാൻ പറയും, രാമകൃഷ്ണൻ ഒന്ന് അവിടെ വരെ ചെല്ല്, അവിടെ കലാഭവമണി കമ്പനികൾ കുറച്ച് കൂടുന്നുണ്ടോന്ന്. ഞാൻ അയാളുടെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കില്ല. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ചാനലിൽ ഞാൻ പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞോളത്. കാരണം ഇതിനൊരു അവൻ എന്തായാലും പ്രതികരിക്കണം എന്നാലേ ഞാൻ പറയുള്ളൂ. ഞാൻ അയാളുടെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടില്ല. അവിടെ എന്ത് നടന്നാലും എനിക്ക് അതിനകത്ത് ഭാഗമാക്കാകും പറ്റില്ല എന്ന് എന്നോട് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ പറയുന്ന സാമ്പത്തിക തിരിമറി, ഇവൻ പറഞ്ഞു വന്നത് എന്താണ്, 2 മാനേജർമാര് ആണ് സാമ്പത്തിക അവര് കൊണ്ടുവരുന്ന ആൾക്കാർക്കാണ് പൈസ കൊടുത്തിരുന്നതെന്നാണ്. അതിന് ഇവൻ തന്നെ ഇപ്പൊ ഫാബ്രിക്കേറ്റ് ചെയ്താണ്. ഞാൻ പറഞ്ഞാല് ഒരു ഊമക്കത്തോന്ന് 1 കോടി രൂപ ഒരാൾക്ക് കൊടുത്തു, 1 ലക്ഷം കൂടി കൊടുത്തപ്പോ അത് 1 കോടി രൂപയായി എന്നാണ് ഇപ്പൊ അവൻ പറഞ്ഞത്. ഇത് 2 മാനേജർമാർ അറിയാതെ, ജോബിയോ ഷിബു അറിയാതെ ഇത് കൊടുക്കില്ല അവൻ പറയുന്നുണ്ട്. ഞാൻ പറയണ ഈ ഊമക്കത്ത് ഇവൻ ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് ഞാൻ പറഞ്ഞാലോ, ഇറ്റ്സ് ടോട്ടലി ഫാബ്രിക്കേറ്റഡ് എന്ന് ഞാൻ പറഞ്ഞാലോ, അവനത് പറയണമെന്നുണ്ടെങ്കിൽ അതിനർഹമായ തെളിവുണ്ടാവണം. ഈ 1 കോടി രൂപ എവിടെ നിന്ന് വന്നു? കലാഭവമണിയുടെ ഭാര്യയോ അല്ലെങ്കിൽ ഇപ്പോൾ അക്കൗണ്ട്സ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആളുടെ ഫാദറിലോ ആണ്. ഇവര് പറയാണ് ഇന്നലെ ഇവിടെ വെച്ച് 50 ലക്ഷം രൂപ കാണാനില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം, അല്ലെങ്കിൽ 1 കോടി രൂപ. ഇവർ വന്നൊരു പരാതി പറയണം ഈ പൈസ അവിടുന്ന് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് എന്ന് അവര് തക്കതായ റീസൺ പറഞ്ഞിട്ട് അവരൊരു പരാതി കൊടുക്കുകയാണെങ്കിൽ അതിനൊരു എന്താ പറയാ, അതിനൊരു കാരണം എന്തെങ്കിലും അവർ കണ്ടുപിടിച്ചിരിക്കണം. അത് അവർ തെളിവ് സഹിതം പറഞ്ഞതാണെന്ന് പറയാം. ഇവരെന്ത് ഉമ്മക്കത്തിന്റെ അടിസ്ഥാനത്തിൽ 1 കോടി രൂപ ഒക്കെ കൊടുത്തു എന്നൊക്കെ പറയണത്? അത് എന്റെ അറിയില്ല കലാഭവമണി 1, 2, 3 ലക്ഷം, അതല്ലാതെ ഒരു പരിപാടിക്കും കലാഭവമണി കൂട്ടു നിൽക്കില്ല. ഒരു കൂട്ടു ബിസിനസ് ഇല്ല ആൾക്ക്. എന്ത് പറഞ്ഞാലും അത് കൂട്ടാക്കില്ല ആള്. പിന്നെ 1 കോടി രൂപ ഒരു രേഖയില്ലാണ്ട് എങ്ങനെ കലാഭവമണി കൊടുക്കാം? ഇപ്പൊ രണ്ടാമതൊരു ആളുടെ പേര് പറഞ്ഞു, മൈക്കിൾ ജോയി.
എനിക്ക് തോന്നുന്നത് ഒരു 6-7 വർഷം മുന്നേ മൈക്കിൾ ജോയ് എന്ന് പറയുന്ന ആള് ഞങ്ങളുടെ എല്ലാവരും ഫിനാൻസറാണ്. നമുക്ക് ഈ കലാഭവമണി പോലും അത്യാവശ്യ ഘട്ടങ്ങളിൽ പൈസ വാങ്ങുന്ന ഒരാളാണ്. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇത്രയും കോടീശ്വരൻ ഇത് കലാഭവമണി, ഈ രാമകൃഷ്ണന് 3 വർഷം മുന്നേ 3 ലക്ഷം രൂപ ആവശ്യം ഉണ്ടായപ്പോൾ അത് എന്നെയാണ് സമീപിച്ചത്, രാമകൃഷ്ണൻ. അത് അപ്പൊ അന്ന് ഞാൻ പറയും കലാഭവമണിയോട് ചോദിക്കില്ല, ഞാൻ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ആളിപ്പോ പടവും കാര്യങ്ങളൊന്നും ഇല്ല, അത് കുറവാണ്, ഞാൻ അതൊന്നും ചോദിക്കണ്ട, ചേട്ടാ അതൊന്നും ചോദിക്കണ്ട, എനിക്കിന്ന് എങ്ങനെയെങ്കിലും ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഒരാളെ പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് ഈ മൈക്കിൾ ജോയിയുടെ അടുത്ത് നിന്ന് കൈയും കാലും പിടിച്ചിട്ട് ഇവന്റെ ചെക്ക് ലീവും സ്റ്റാമ്പ് പേപ്പറും വെച്ചിട്ടാണ് ആള് വേറെ ഏത് ഫൈനാൻസറുടെ അടുത്ത് പൈസ വാങ്ങി കൊടുത്തത്. എന്ത് കലാഭവമണി കോടീശ്വരനാണെങ്കിൽ ആളുടെ നിന്ന് വാങ്ങിക്കാൻ എന്ത് ഇവൻ എന്തർത്ഥത്തിൽ ഇതൊക്കെ വിളിച്ചു പറയുന്നത്? 2 മാനേജർമാരെ അത് നമ്മൾ പ്രതികരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാ. ഈ 3 മാസം ഞാൻ ചിത്രത്തിലില്ല. ഇപ്പൊ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇവൻ ഇതൊക്കെ വിളിച്ചു പറയുന്നത്. അതായത് അവനൊരു TV മാനിയെ പിടിച്ചു എന്ന് ഞാൻ പറയുള്ളൂ. കാരണം TV ഓണാക്കുമ്പോ അവന്റെ പടം വേണം, അവന്റെ ഡയലോഗ് വരണം. അതാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ടോട്ടലി കൺഫ്യൂഷനാണ് ജനങ്ങള്. ഇതെന്താ കേരളത്തിലെ ജനങ്ങളാണ് ശരിക്കും മണ്ടന്മാരെ. ഇത്ര കാലം നമ്മൾ പ്രതികരിക്കാതെ നമുക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. രാമകൃഷ്ണനുമായിട്ട് ഒരുമിച്ചിരുന്നിട്ട് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ലേ? ഇപ്പൊ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോ പൊതുജനം ഇത് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. കാരണം രാമകൃഷ്ണനാണ് സ്വന്തം രക്തം, അല്ലെ? ഈ സ്വന്തം കാരണം നമ്മൾ പബ്ലിക് കേൾക്കുന്നത് മുഴുവൻ എന്താണ്? പിന്നെ അതില് മീഥൈൽ ആൽക്കഹോൾ കലർന്നു, അല്ലെങ്കിൽ കീടനാശിനി കലർന്നു, അത് സുഹൃത്തുക്കളാണ് കൂടെ എപ്പോഴും സന്തത സഹചാരികളായി നടക്കുന്നത്, ബന്ധുക്കളൊന്നും ആ വഴിക്ക് അടുപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം അത് വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾക്ക് എന്താണ് രാമകൃഷ്ണൻ, ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ രാമകൃഷ്ണനുമായിട്ടൊന്നും ഇല്ല? അത് അതിനൊരു വേറൊരു കാര്യം പറയാം. ഞാൻ മണിയുടെ സഞ്ചാരം കഴിയുന്നവരെ ഞാൻ മണിയായിട്ടും മണിയുടെ കുടുംബമായിട്ടും രാമകൃഷ്ണനൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ചെറിയ ചെറിയ ആശയക്കുഴപ്പങ്ങൾ അവിടെ വരുന്നു. അതായത് അവരുദ്ദേശിക്കുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ നടക്കുമ്പോൾ അവർക്ക് തോന്നാം, അത് വെച്ച് നമ്മളെ അവരുടെ കൂട്ടത്തിൽ പെടുത്താം. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. പല ആൾക്കാർ വെള്ളം കുടിപ്പിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നു, പൈസ കൊണ്ടുപോയ ആൾക്കാരെന്ന് പറയുന്നു. ഇവരുടെ കൂടെ ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഇവർക്കൊന്നും ഒരു ഒത്താശയും ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അവര് വിചാരിക്കുന്നു നമ്മൾ ഇവരുടെ കൂടെ നിൽക്കുന്നു. അപ്പോൾ അത് പിന്നീട് നമ്മളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ അലിഗേഷൻ ഉണ്ടാവുന്നു. ജിൻഡോ, ഇപ്പോ ഷിബുവിനെ കുറിച്ച് സാമ്പത്തികമായിട്ടുള്ള ആരോപണങ്ങളും ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തിനെ ആണെങ്കിൽ ആ സേവന സമിതിയുമായി ബന്ധപ്പെട്ട് ജിൻഡോയെ കുറിച്ച് എന്താണ് യഥാർത്ഥത്തിലുള്ള പരാതി? എൻ്റെ അടുത്ത് എന്നെ ഓൺലൈനിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയും രാമകൃഷ്ണൻ എഴുതിയത് എൻ്റെ ചേട്ടനെ പാടിയിൽ സ്ഥിരമായി ചെന്ന് നിർബന്ധിച്ച് പ്രോഗ്രാമിന് കൊണ്ടുപോയി ലക്ഷങ്ങൾ തട്ടിയെടുത്തു കലാഭവൻ ജിൻഡോ. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ഒരു പ്രോഗ്രാമിന് എത്ര രൂപ കിട്ടുമെന്ന് കേരളത്തിലോ വിദേശത്തോ പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ടുള്ള കമ്മിറ്റിക്കാരെല്ലാവരും ഇത് കാണുന്നുണ്ടാവും. ഏറ്റവും അധികം സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ജിൻഡോ ആണെന്നാണ്. ഇപ്പൊ ഞാൻ ചാലക്കുടിയിൽ കേട്ടത് കാര്യമാണ്. ഇപ്പൊ നമുക്ക് ചാലക്കുടിയിൽ ജീവിക്കാൻ പറ്റാതെ ഒരു അവസ്ഥയാണ്. വേറെ ഒന്നല്ല, 50 ലക്ഷം രൂപ 1 കോടി രൂപയ്ക്ക് ഷിബു കമ്മീഷനായിട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ അലിഗേഷൻ വന്നത് ഇവിടെ ഒരു മണിമേളം പ്രോഗ്രാം നടത്തി. കലാഭവമണിക്ക് മണിമേളം ഒരു പൈസ കൊടുക്കുന്നുണ്ട്. അതിന്റെ 4-1 ഈ മണിമേളം, അതായത് ഈ കൈരളി ചാനൽ ഷിബുവിന് തരാറുണ്ടെന്നാണ് അതിനകത്ത് വന്നത്. 100 ദിവസത്തെ 110 എപ്പിസോഡാണ് ചെയ്തത്. അപ്പൊ ഷിബു കുറെ കാശുണ്ടാക്കിണ്ടാവും. അത് എനിക്ക് തരാൻ കൈരളിയും ഞാനും തമ്മിൽ എന്താ ബന്ധം? പൈസയുടെ അത് ഞാൻ കുഴിച്ചിട്ടാകാം. പിന്നെ ഇപ്പൊ ഇവൻ വേറെ പറഞ്ഞില്ല. അതായത് 1 കോടി രൂപ കൊടുത്തു. എന്റെ അറിവിൽ ഇവന്റെ സാമ്പത്തികമായിട്ടുള്ള കലാഭവമണിയുടെ കാര്യങ്ങൾ ചോദിക്കാൻ ഇവൻ അർഹനല്ല, ഒരിക്കലുമില്ല. ഇവൻ എന്തറിയാം കലാഭവമണിയെ കുറിച്ച്? കാരണം ഞാൻ പറയാം, കലാഭവമണിക്ക് എത്ര ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന് ഇവൻ ആദ്യം പറയട്ടെ. ഇവനറിയില്ല. കാരണം ഞാൻ വിദേശ യാത്രകൾക്ക് പോകുമ്പോൾ ഞാനാണ് സ്റ്റേറ്റ്മെന്റ് എടുക്കാറ്. എന്റെ അറിവിൽ ഒരൊറ്റ ബാങ്കിലെ ആൾക്ക് അക്കൗണ്ട് ഉള്ളൂ. ഈ വിഷയത്തിലൊന്നും കലാഭവൻ മണിയുടെ ഭാര്യയ്ക്ക് ഒരു അഭിപ്രായമില്ലേ? അതൊക്കെ ഞാൻ ചോദിക്കണം. പ്രതികരിക്കണം. ഇത്രയും പൈസ 1 കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നു. കാലങ്ങളായിട്ട് കൊടുത്തു എന്ന് ചിലപ്പോൾ പറയണ്ടാവും. അതുള്ള അവസാനം പറഞ്ഞു 1 ലക്ഷം കൂടി ആയപ്പോ 1 കോടി രൂപയായി. ചേട്ടാ എന്തൊക്കെയാ ഇപ്പൊ എന്താ സഹോദര സ്നേഹം? ഇവര് ഈ ഇപ്പൊ കാണിക്കുന്ന ഉത്സാഹം 6 മാസം മുന്നേ കാണിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഇന്നും ജീവിക്കുമായിരുന്നു ഇവിടെ. എന്തുകൊണ്ട് ഇവരിപ്പോ ആരും തിരിഞ്ഞു നോക്കില്ല അവിടെ? നമ്മളിതൊന്നും മിണ്ടാതിരുന്നത് അവസാനം ഇത് വന്നു പോയിക്കുന്നത് മാത്രമാണ്.
പിന്നെ നമുക്ക് ഇനിയും കാര്യങ്ങൾ പറഞ്ഞു വീണ്ടും വഷളാവുള്ള കാര്യം. ജിൻഡോയെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് ജിൻഡോയ്ക്ക് എന്താണ് മറുപടി പറയാൻ? അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ അതിന്റെ പകുതി വെച്ചാണ് ഞാൻ നിർത്തിയത്. അവൻ ഇവരെ മണിച്ചേട്ടൻ്റെ അടുത്തേക്ക് നമ്മളെ അടുപ്പിക്കാത്തതുകൊണ്ടാണ് എന്നുള്ളതുകൊണ്ടാണ് അവൻ ഇത് നിന്നത്. പിന്നെ രാമകൃഷ്ണൻ പറയുന്നത്, ഈ രാമകൃഷ്ണനെ മണിച്ചേട്ടൻ അങ്ങനെ നിർബന്ധിച്ച് ഇവന്റെ ശല്യം സഹിക്കാതെ 2 പ്രോഗ്രാമിനും നമ്മൾ കൊണ്ടുപോയി. ഒന്ന് ചാലക്കുടി ഫെസ്റ്റ് എന്ന് പറയുന്ന മണിച്ചേട്ടൻ നടത്തിയൊരു പ്രോഗ്രാമുണ്ട് ചാലക്കുടി വെച്ച് തന്നെ. ദിലീപ് ഏട്ടനും ഇന്നസെന്റ് ഏട്ടനും സലികുമാറൊക്കെ വന്ന് അവരെല്ലാവരും വന്നൊരു ഫംഗ്ഷൻ ആയിരുന്നു. അവൽപ്പില് ചാലക്കുടിക്ക് ഒരു പീലിക്കുടാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് രാമകൃഷ്ണനെ കൊണ്ട് ഓപ്പണിംഗ് ഡാൻസ് കളിപ്പിക്കാന്നുള്ള തീരുമാനമായി. ഇവന്റെ ശല്യം സഹിക്കാതെ. അല്ലെങ്കിൽ നമുക്ക് തന്നെ മണികിലുക്കം എന്ന് പറഞ്ഞ ട്രൂപ്പുണ്ട്, അതിൽ ആർട്ടിസ്റ്റുകളുണ്ട്, പുറത്തുനിന്ന് നമ്മൾ ആർട്ടിസ്റ്റുകളെ വിളിച്ചിട്ടുണ്ട്, അവരൊക്കെ അവിടെ നിൽക്കുകയാണ്. മണിച്ചേട്ടൻ പറ സാരല്ല, നമ്മുടെ നാടെല്ലാം അവൻ കളിക്കട്ടെ എന്ന് പറഞ്ഞ് കളിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ വിചാരം ഓപ്പണിംഗ് ഡാൻസ് എന്ന് പറയുന്നത് എത്ര മിനിറ്റാ? ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മാക്സിമം. ഇതവന്റെ ഓപ്പണിംഗ് ഡാൻസ് തുടങ്ങിയിട്ട് 1/2 മണിക്കൂർ ഓപ്പണിംഗ് ഡാൻസ് ഇങ്ങനെ നിന്ന് അവന്റെ പാത്രത്തിന് മുകളിൽ കയറിന്നിട്ടുള്ള ഐറ്റംസ് അങ്ങ് തുടങ്ങി. മണിച്ചേട്ടൻ ഗ്രീൻ റൂമിൽ കിടന്ന് തെറിയോട് തെറി, എന്നോട് ഇറക്കി വിടാവനെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, മണിച്ചേട്ടൻ ഞാനെങ്ങനെ ഇറക്കി വിടുന്ന? ഒരു ഐറ്റം നടന്നുകൊണ്ടിരിക്കല്ലേ, ആൾക്കാർ ഒരു സൈഡിൽ നിന്ന് കൂവൽ തുടങ്ങി. ചാലക്കുടിയിൽ അന്ന് അവനെ മണിച്ചേട്ടൻ പറയാതെ തെറിയില്ല ഗ്രീൻ റൂമിൽ വെച്ചിട്ട്. ചാലക്കുടി ഫെസ്റ്റ്, ചാലക്കുടിക്ക് ഒരു പീലിക്കുടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. പിന്നെ അവന് മേലെ വിളിക്കരുതെന്ന് പറഞ്ഞാൽ വിട്ടു. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് പിന്നെ ഇതുപോലെ തന്നെ ഫോണിൽ വിളിക്കുക ചേട്ടനോട് പറ. അപ്പോൾ മണിച്ചേട്ടൻ അച്ഛൻ്റെ പേരിലൊരു കുന്നശ്ശേരി രാമൻ സ്മാരക കലാഗ്രഹം എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് പണിയുന്ന സമയം. അപ്പോൾ അതിന്റെ പണി ഇടയ്ക്ക് വെച്ച് നിർത്തിയായിരുന്നു മണിച്ചേട്ടൻ. അപ്പോൾ ഇവൻ എന്നെ വിളിച്ചിട്ട് പറയും, ഞാൻ വിളിച്ച് രാമകൃഷ്ണനെ വിളിച്ചു, എടാ നീ എന്ത് പണിയെന്നൊക്കെ കാണിച്ചേ? എടാ 1/2 മണിക്കൂർക്ക് ഓപ്പണിംഗ് ഡാൻസ് ഇടാൻ പറ്റുമോ? നീ കണ്ടില്ല, മണിച്ചേട്ടനെ തെറി പറഞ്ഞു കൊന്നു. അപ്പോൾ എടാ ഞാനത് നമ്മുടെ ഐറ്റം അങ്ങനെയാണ്, അത് കട്ട് ചെയ്യാൻ പറ്റില്ല, ഞങ്ങളെ അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള ഐറ്റം ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു മണിച്ചേട്ടൻ്റെ മുമ്പ് ചെല്ലണ്ട, മണിച്ചേട്ടനെ ഓടിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നീ ഒന്ന് മണിച്ചേട്ടനോട് പറഞ്ഞിട്ട് ആ ബിൽഡിങ്ങിൻ്റെ പണിയും തീർക്കാൻ പറ, കാരണം അതെനിക്ക് അവിടെ ക്ലാസ് തുടങ്ങണം, സ്കൂൾ അത് ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, നീ പറഞ്ഞൂടെ, നിനക്ക് പറയാലോ, അല്ല നീ വീട്ടിൽ ചെന്ന് ചേച്ചിയുടെ അടുത്ത് പറ, ചേച്ചി പറഞ്ഞ മണിച്ചേട്ടൻ കേൾക്കുമല്ലോ. ഞാനങ്ങോട്ട് പോകില്ല ആ വീട്ടിലേക്കൊന്നും, എനിക്കവിടെ പോകാൻ പറ്റില്ല, ഞാൻ കല്യാണത്തിന് കണ്ടൊന്നും വരും, ഇതുവരെ അവിടെ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. ആ ആളാണ് മരിച്ചതെന്ന് അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത്. നമുക്കൊന്നും പറയാൻ അറിയത്തില്ലാണ്ടല്ല, നമുക്ക് മിണ്ടാണ്ടിരുന്ന. പിന്നെ ഇവനിങ്ങനെ നമ്മളോട് തിരിച്ച് നമ്മുടെ പേരെടുത്ത് പറയുമ്പം നമുക്കിതിന് പറഞ്ഞേ പറ്റൂ. ജനങ്ങൾ അറിയണത് എന്താന്ന്. രാമകൃഷ്ണൻ പറയുന്ന മാത്രമേ ജനങ്ങൾ കേട്ടിട്ടുള്ളൂ, ഞങ്ങൾ പറയാത്തതുകൊണ്ടാണ്. മണിച്ചേട്ടനെ ഞങ്ങൾക്കാണ് നന്നായിട്ട് അറിയാവുന്നത്, ഇവൻ അറിയുന്നതിലും കൂടുതൽ. അങ്ങനെ രണ്ടാമതൊരു പ്രോഗ്രാമിന് ദേശാഭിമാനിയുടെ ഒരു പ്രോഗ്രാം, അക്ഷരമുറ്റം എന്ന് പറഞ്ഞ മലപ്പുറത്ത് വെച്ചൊരു പ്രോഗ്രാം നടത്തി. അങ്ങനെ വീണ്ടും വിളിച്ച് ഞങ്ങൾ മണിച്ചേട്ടൻ അവൻ വിളിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ പരിപാടിക്ക് അവൻ്റെ ഡാൻസ് വെക്കാന്ന് പറഞ്ഞു. ഈ പ്രോഗ്രാം അക്ഷരമുറ്റം എന്ന് പറഞ്ഞ പരിപാടിക്ക് രണ്ടാമത്താണ്. അങ്ങനെ ആ പ്രോഗ്രാമിന് വെച്ചപ്പോൾ ഞാൻ രാമകൃഷ്ണൻ വിളിച്ചു, എടാ കണ്ണാന്ന് ഞങ്ങൾ വിളിക്കുന്നത്, കണ്ണാ നീ ലെങ്ത്ത് കുറയ്ക്കണം, അവിടുത്തെ പോലെ ആവരുത്. ചാലക്കുടി പിന്നെ നമ്മുടെ നാട്, മലപ്പുറം എന്നൊക്കെ പറഞ്ഞാൽ അവർ മണിച്ചേട്ടനെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്, നിന്റെ ഐറ്റം ഒന്നും അവർ കാണില്ല, അവർക്ക് മണിച്ചേട്ടൻ്റെ പാട്ട് കേട്ടാൽ മതി, ഇന്നിപ്പോൾ ലെങ്ത്ത് ഇച്ചിരി കുറയ്ക്കണം. ആ കുറച്ച് ഞാൻ 10 മിനിറ്റ് ആക്കിയിട്ടുള്ളൂ, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രോഗ്രാമൊന്ന് ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ മഴ. അപ്പോൾ ഇവൻ്റെ കുറച്ച് ആർട്ടിസ്റ്റുകളും എല്ലാവരും കൂടെ, രാമകൃഷ്ണൻ എല്ലാവരും കൂടെ വേറൊരു വണ്ടിക്ക് വന്നു ഇക്കയുടെ പരിപാടി. എന്നിട്ട് മണിച്ചേട്ടനെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, രാമകൃഷ്ണ ലെങ്ത്ത് കൂട്ടരുത് കേട്ടോ, കാരണം ഒന്നാം നല്ല മഴയാണ്, ഇവർക്ക് ആൾക്കാർ പിള്ളേരും ഉണ്ട്, കുറേ ഫാമിലി സ്കൂൾ മുറ്റത്തത്. അപ്പോൾ പ്രോഗ്രാം നടക്കണം. അപ്പോൾ ഇവർ മണിച്ചേട്ടനെ കാണണ്ടാൽ മതി ഇവർക്ക്. അപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറി ചോദിച്ചു, എങ്ങനെ പ്രോഗ്രാം മഴയാണ്, നിങ്ങൾ കുട പിടിച്ച് തുടങ്ങട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ തുടങ്ങിക്കോ, ഞങ്ങളിവിടെ വന്നോളാം, ഞങ്ങൾക്ക് മണിച്ചേട്ടനെ കാണണം എന്ന് പറഞ്ഞിട്ട്. മണിച്ചേട്ടൻ പറഞ്ഞു, ഞങ്ങൾ തുടങ്ങാം, നമുക്ക് തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ ടൈറ്റിലൊക്കെ പൊളിച്ച് ഇവൻ്റെ ഡാൻസ് ഫസ്റ്റ് വെച്ചു. പറഞ്ഞു 10 മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവൻ്റെ ഡാൻസ് കഴിഞ്ഞു, മേക്കപ്പ് ഒക്കെ ചെയ്ത് ഡാൻസ് തുടങ്ങി. ഇവൻ്റെ ഐറ്റം നന്നായിട്ടും 10 മിനിറ്റ് വൃത്തിയായിട്ട് ചെയ്തു. കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഗ്രീൻ റൂമിൽ വരുമ്പോൾ മണിച്ചേട്ടനെ കയറ്റി വിട്ടു. തിരിച്ച് ഗ്രീൻ റൂമിൽ വരുമ്പോൾ ഇവൻ മേക്കപ്പ് കഴിച്ചു. നീ അത് മേക്കപ്പ് കഴിച്ചു? ഇനിയില്ലേ? ഇല്ല, ഞാൻ പോകണം, എൻ്റെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ മണിച്ചേട്ടൻ അവൻ പോവാന്ന് പറയുന്നല്ലോ, അവൻ പോകണോ? അവൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തിരിച്ചു മണിച്ചേട്ടൻ ഗ്രീൻ റൂമിൽ ഇങ്ങനെ ഇരിക്കുക. ഇതെന്ത്? എടാ അവൻ എൻ്റെ അടുത്ത് 40,000 രൂപ മേടിച്ചുകൊണ്ട് പോയി. 40,000 രൂപ എന്തിന്? അവനിപ്പോൾ 40,000 രൂപ വേണം, അവൻ്റെ പെർഫോമൻസിനും എല്ലാത്തിനും 40,000 രൂപ അവൻ്റെ ചാർജ് അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. മണിച്ചേട്ടൻ ആ പരിപാടിക്ക് കുറച്ച് പൈസ കുറച്ചാണ് പോയത്. എടാ എന്നെക്കാട്ടിലും പേയ്മെൻ്റ് അവന്. പുള്ളി എന്നോട് ഇരിക്കുക, എല്ലാവരും ഉണ്ട്, ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ മുഴുവൻ അവിടെ നിൽക്കുക. ആ ആളാണ് രാമകൃഷ്ണൻ. എന്നാൽ പിന്നെ ഒരു ആർട്ടിസ്റ്റാണ് ആ പ്രോഗ്രാം തീരുന്നോടെ വരെ നിൽക്കണ്ടേ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ക്ലൈമാക്സ്, എങ്ങനെയാണ് നിർത്തുന്നത്? സ്വന്തം ചേട്ടന്റെ പരിപാടിയല്ലേ, അതുപോലും ചെയ്യാത്തവൻ പൈസ മേടിച്ചാൽ വീട്ടിൽ പോയി. ആ ആളാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. പിന്നെ അതൊക്കെ കൊണ്ടാണ് അത് നമ്മളെ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ആൾക്കാരുടെ മനസ്സിൽ നമ്മളെ കരിവാരി തേപ്പിക്കുക എന്ന് കാണിക്കുന്നത്.